സർക്കാരിന്റെ ഇരുണ്ട കാലം വിവാദത്തിലായിരിക്കുകയാണ് പരസ്യത്തിനെതിരെ കോൺഗ്രസ്. സംസ്ഥാന സർക്കാരിന്റെ ഇരുണ്ട കാലം പരസ്യത്തിനെതിരെ കോൺഗ്രസ് ഹൈക്കോടതി. സുപ്രീംകോടതി നിർദ്ദേശങ്ങളുടെ ലംഘനമാണ് പരസ്യമെന്നാണ് കോൺഗ്രസ് ഹർജിയിൽ പറയുന്നത്. എറണാകുളം ജില്ലാ പഞ്ചായത്ത് മുൻ അംഗം ഷാറും പനക്കലാണ് പരാതിക്കാരൻ. പൊതുമുതലിന്റെ ദുരുപയോഗമാണ് നടന്നതെന്നും PRD ഉദ്യോഗസ്ഥർ ഭരണപക്ഷത്തിന്റെ ഏജന്റുമാരെ പോലെ പ്രവർത്തിച്ചെന്നും ഹർജിക്കാരൻ ഹർജിയിൽ ആരോപിക്കുന്നു. പരസ്യത്തെക്കുറിച്ച് അന്വേഷണം നടത്തണം, പരസ്യത്തിന്റെ പണം ഉദ്യോഗസ്ഥരിൽ നിന്നും ഈടാക്കണം, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിഷയത്തിൽ ഇടപെടണമെന്നും ഹർജിയിൽ ആവശ്യപ്പെടുന്നു. സംസ്ഥാന സർക്കാരിനും CPMനുമുള്ള ചോദ്യങ്ങൾ അവിടം കൊണ്ടും തീരുന്നില്ല. ഉദ്ഘാടനത്തിൽ നിന്നും ഒഴിവാക്കിയതിന്റെ വിഷമം മാറ്റാൻ രാമനാട്ടുകരയിൽ മുഹമ്മദ് റിയാസിന്റെ റോഡ് ഷോ. ദേശീയപാത ഉദ്ഘാടന ചടങ്ങിൽ നിന്നും ഒഴിവാക്കിയതിൽ പ്രതിഷേധിച്ച രാമനാട്ടുകരയിൽ പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ റോഡ് ഷോ. വെങ്ങളം രാമനാട്ടുകര റീച്ചിലാണ് മന്ത്രിയുടെ നേതൃത്വത്തിൽ റോഡ് ഷോ നടത്തിയത്. പ്രധാനമന്ത്രിയുടെ ചടങ്ങിലേക്ക് സംസ്ഥാനത്തെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയെ ക്ഷണിക്കാതിരുന്നത് വിവാദമായതിന് പിന്നാലെയാണ് സമാന്തര ഉദ്ഘാടനവും റോഡ് ഷോയും നടത്തിയുള്ള പ്രതിഷേധം. നേരത്തെ കാസർഗോഡ് നുള്ളിപ്പാടിയിൽ CH കുഞ്ഞമ്പു MLAയുടെ നേതൃത്വത്തിൽ സമാന്തര ഉദ്ഘാടനം നടത്തിയായിരുന്നു ദേശീയപാതയുടെ 1-ാം റീച്ച് MLA നാടൻ മുറിച്ച് ഉദ്ഘാടനം ചെയ്തത്. കൊച്ചിയിൽ പ്രധാനമന്ത്രി ലാൻഡ് ചെയ്യും മുൻപായിരുന്നു സമാന്തര ഉദ്ഘാടനം. ഉച്ചയ്ക്ക് എറണാകുളത്ത് പ്രധാനമന്ത്രി പങ്കെടുത്ത പരിപാടിയിൽ നിന്നാണ് മന്ത്രി മുഹമ്മദ് റിയാസിനെ ഒഴിവാക്കിയത്.